എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ബജ്ജി മുളക് കൊണ്ടുള്ള പറാട്ടയാണ്. കൂടെ ഒരു തക്കാളി ചട്നി. നമുക്ക് ആവശ്യമായ സാധനങ്ങൾ നോക്കാം. ബജ്ജി മുളക് 3 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 2 പറാട്ടയ്ക്കുള്ള അളവാണ് പറയുന്നത്. ഇനി വേണ്ടത് മസാലകളാണ്. എല്ലാം ഒരു 1/4 ടീസ്പൂൺ മതി. ആദ്യം ആംചൂർ പൗഡറാണ്, അതൊരു 1/4 ടീസ്പൂൺ. പിന്നെ നമുക്ക് വേണ്ടത് ചാട്ട് മസാലയാണ്, ജീരകപ്പൊടി, അതും ഒരു 1/4 ടീസ്പൂൺ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് എണ്ണയാണ്, റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ചപ്പാത്തി മാവ്, അത് ഞാൻ ഓൾറെഡി ഇവിടെ കുഴച്ച് വെച്ചിരിക്കുകയാണ്. മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മുളകൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചു, അതിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായ ശേഷം നമുക്ക് മുളക് വറുത്തെടുക്കാം. എണ്ണ ചൂടായി നമുക്കിനി മുളകിട്ട് കൊടുക്കാം. മുളകിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. മുളക് ഫ്രൈ ചെയ്യാതെ ഒരു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. മുളക് കളറൊക്കെ മാറി വരാൻ തുടങ്ങി. മുളക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഇത് മസാല പുരട്ടി വയ്ക്കണം. നമുക്ക് ആദ്യം ഉപ്പ് ചേർക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഓരോ മസാലകളായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് ആംചൂർ പൗഡറാണ്, അതൊരു 1/4 ടീസ്പൂൺ. ഇത് ജീരകപ്പൊടിയാണ്. ഇനി ചാട്ട് മസാല. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇതാണ് നമ്മുടെ പറാട്ടയുടെ ഫില്ലിംഗ്. ഇനി നമുക്ക് പറാട്ട ഉണ്ടാക്കാം. നമ്മൾ കുഴച്ച് വെച്ച മാവിൽ നിന്ന് 2 പറാട്ടയ്ക്കുള്ള മാവാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഉരുട്ടി, ഞാനിവിടെ കൈകൊണ്ട് തന്നെയാണ് പരത്തുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോളിംഗ് പിൻ വെച്ചിട്ട് ചെയ്യാം. നമുക്കിത് ആദ്യം ചെറിയ വട്ടത്തിൽ പരത്തിയിട്ടെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിങ് വയ്ക്കുന്നത്. ഇനി നമുക്ക് ഫില്ലിങ് വയ്ക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മുളക് അത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കവർ ചെയ്യാം. ഇനി നമുക്ക് ഫില്ലിങ് പുറത്തു പോവാതെ നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ആവശ്യമുള്ള വട്ടത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. ഇത് നമുക്ക് സുഖമായി കൈകൊണ്ട് പരത്തിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്തോളൂ, അല്ലെങ്കിൽ റോളിംഗ് പിൻ വെച്ചിട്ട് ചെയ്താലും മതി. പരത്തുമ്പോൾ ആവശ്യത്തിന് ഗോതമ്പ് മാവ് ചേർക്കണം, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ ഗോതമ്പ് പൊടി ചേർത്തിട്ട് പരത്തിയിട്ടെടുക്കണം. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെയും കൂടി പരത്തിയെടുക്കാം. രണ്ടും നമ്മൾ പരത്തി റെഡിയാക്കി. ഇനി നമുക്ക് തവയിലിട്ടിട്ട് ചുട്ടെടുക്കാം. ചട്ടി ചൂടായ ശേഷം നമുക്ക് പറാട്ട ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് കളർ മാറി വരുമ്പോൾ നമുക്ക് അടുത്ത സൈഡ് മറിച്ചിടാം. ഇപ്പോൾ കളർ മാറി വരുന്നുണ്ട്. നമുക്ക് അടുത്ത സൈഡും കൂടി മറിച്ചിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ചേർത്ത് കൊടുക്കാം. എണ്ണയ്ക്ക് പകരം വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. എനിക്കതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ എണ്ണ ചേർക്കുന്നത്. എണ്ണ ചേർത്ത് എല്ലായിടത്തും നല്ല സ്പ്രെഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് എണ്ണ ചേർത്ത ഭാഗം മറിച്ചിടാം. ഇനി നമുക്ക് ഈ സൈഡിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചേർത്തിട്ട് 2 സൈഡ് നന്നായിട്ട് മുരിച്ചെടുക്കണം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് 2 സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡ് നന്നായിട്ട് ഒരു കളർ മാറി വരും. രണ്ട് സൈഡ് നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട്, കളറൊക്കെ മാറി. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പറാട്ടാസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പറാട്ടാസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ചട്നി ഉണ്ടാക്കാം. അതിനാവശ്യമുള്ളത് ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്,
പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക് നല്ല എരിവുള്ളതാണ്, അതാണ് ഒന്നെടുത്തത്. പിന്നെ കുറച്ച് മല്ലിയില. ഇതെല്ലാം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പറാത്തയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അങ്ങനെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.